അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. ഇന്നലെ ഒരു കുഞ്ഞു കുറുമ്പി, ഒരു കുഞ്ഞു കട്ടുറുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറുമ്പി എന്ന് പറഞ്ഞാൽ ചില്ലറ കുറുമ്പി ഒന്നല്ല, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടിയാണ് കേട്ടോ. കുറേ കോമൻസിൽ മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റഡി ടിപ്സ് പറഞ്ഞു തരുമെന്ന്. ഞാനപ്പോൾ അവളോട് ഇൻഷാ അല്ലാ ഞാൻ വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നലെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്, വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം കേട്ടോ, നിങ്ങൾ ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ളത്. ഞാൻ എന്തെന്നെയാണ് റബ്ബി, ഞാൻ എന്ത് അപരാധമാണ് ചെയ്തതെന്നുള്ളൊരു മൈൻഡിലായിരുന്നു. ഞാനിങ്ങനെ പെൻഡിങ് വീഡിയോസൊക്കെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ വീഡിയോസൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓളെ കാര്യം മാത്രം ഞാൻ നോട്ട് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അവൾ പറയും, ഞാൻ ചെറിയ കുട്ടി ആയതുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ റിക്വസ്റ്റ് പരിഗണിക്കാത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നത്തെ വീഡിയോ നമ്മുടെ കഥ ഫുള്ളായിട്ട് പറയുന്നില്ല, കട്ട് ചെയ്തു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കുഞ്ഞു മക്കൾക്കുള്ള സ്റ്റഡി ടിപ്സ് ആണ് കേട്ടോ. കുഞ്ഞു മക്കൾക്ക് എന്നല്ല, നിങ്ങളിത് എത്ര വലിയ പഠിത്തം പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആവും എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ആൻഡ് പഠിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂലി നിങ്ങൾക്കും അതിൻ്റെ കൂലി എനിക്കും കിട്ടും. ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ സ്വഭാവമായിരുന്നു കേട്ടോ, ഈ ക്ലാസ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുക എന്നുള്ളത്. നിങ്ങൾ നോട്ട് എഴുതിയോ നോട്ട് എഴുതിയില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലേ, ടീച്ചർ വെറുപ്പിക്കൽസ് ആണോ അല്ലേ, ഒന്നും നോക്കണ്ട. ക്ലാസ് ശ്രദ്ധയോടെ കേട്ടിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് താല്പര്യം നന്നായിട്ടൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ക്ലാസ് കേട്ടിരിക്കുക. ആൻഡ് ഇഷ്ടമില്ലാത്ത ടീച്ചേഴ്സ് ആണെങ്കിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാമല്ലോ, ഡൗട്ടൊക്കെ ചോദിച്ച് ടീച്ചറിനോട് വെറുപ്പിച്ചോ, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫുൾ ടൈം ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ചിലവർക്ക് എന്ന് പറഞ്ഞാൽ കിടന്നിട്ട് ഇങ്ങനെ ഓഡിയോബിളായിട്ട് കേൾക്കുക, ടീച്ചറുടെ ക്ലാസ് റെക്കോർഡ് ചെയ്ത് കേൾക്കാനൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഒരാളിങ്ങനെ ഗ്രൂപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ട് അവർ ചർച്ച ചെയ്യുന്നത് നമ്മൾ ചുമ്മാ കേട്ടിരുന്ന് പഠിക്കുക, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ചിലർ പറഞ്ഞാൽ ടീച്ചേഴ്സിനെ പോലെ ഇങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ചിലർക്ക് നടന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഒരു ഭാഗത്തിരുന്ന് മാത്രം പഠിക്കാനായിരിക്കും ഇഷ്ടം. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ പഠിക്കാൻ ഇഷ്ടം ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. പിന്നെ അടുത്തൊരു പോയിന്റാണ്, നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. അത് ടീച്ചറോട് തന്നെ ഡിസ്കസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. അതല്ലെങ്കിൽ സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം, ജൂനിയേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ അതിനൊരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടുന്നത് ആ രീതിയിൽ നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമില്ലാത്ത ടീച്ചറോ അല്ലെങ്കിൽ വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ താല്പര്യപ്പെടാത്ത ടീച്ചറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ച് ടീച്ചറേയും കൂടെ ഒന്ന് ചെറിയാട്ടോ. നെക്സ്റ്റ് പോയിന്റ് ആണ് സെറ്റ് സ്പേസ് എന്നുള്ളത്. ചിലവർക്ക് ഈ ഗാർഡനൊക്കെ ഉള്ള ഭാഗത്ത് പോയിട്ട് സമാധാനമായിട്ട് ഔട്ടർ ഏരിയയിൽ ഇരുന്നിട്ട് പഠിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അവിടെ ഒരു സ്റ്റഡി ടേബിൾ പോലെ സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ബെഡ്റൂമിനകത്ത് അല്ലെങ്കിൽ സ്റ്റഡി റൂമിനകത്ത് അങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. എങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ടേബിൾ കൺജസ്റ്റഡ് ആക്കാതിരിക്കുക. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം വരുന്ന നിങ്ങൾ ആ ടൈമിൽ എന്താണോ പഠിക്കുന്നത് ആ പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ടെക്സ്റ്റ് നോട്ട് മാത്രം അവിടെ കീപ്പ് ചെയ്യുക കേട്ടോ. കൺജസ്റ്റഡ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ പാടെ കൂട്ടിയെടുത്ത് അങ്ങനെ മെസ്സി ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മണ്ടകായും പഠിക്കാനുള്ളൊരു മൂടും പോകും. അടുത്ത പോയിന്റ് ആണ് മേക്ക് ഷെഡ്യൂൾഡ് ടൈം ടേബിൾ. അതായത് നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. രാവിലെ സുബഹിക്ക് ശേഷം പഠിക്കുന്നത് നമുക്ക് ബ്രെയിനിന് നല്ലതാണെന്ന് പറയാറുണ്ട്. വളരെ ഒരു ചെറിയ പെർസെൻറ്റേജ് ആൾക്കാർക്ക് മാത്രമാണ് കേട്ടോ ഈ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവുള്ളൂ, കോൺസെൻട്രേഷൻ കിട്ടാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഉറക്കുന്ന നേരത്തെ എണീക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റാക്കി കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിനിന് സൂപ്പർ പവറിൽ നിൽക്കുന്ന ഫുള്ളി എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഇപ്പം ഇന്ന് വീക്കെൻഡ് ആണെന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ 2 ദിവസം ഉണ്ട്. അപ്പോൾ ആ 2 ദിവസത്തിന് നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ വീക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് അത് തന്നെ എപ്പോഴും ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ അലാമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ അലാമ നിങ്ങൾ സെറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നീക്കണം എന്നില്ല. അതായത് ഈ ഒരു വിഷയം ഞാൻ 2 മണിക്കൂർ പഠിക്കുമെന്ന് പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് 2 മണിക്കൂർ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. 2 മണിക്കൂറായിട്ടും അലാറം അടിച്ചു, പക്ഷെ നിങ്ങൾക്ക് ആ ഇൻട്രസ്റ്റ് പോയിട്ടില്ല, താല്പര്യം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് നീക്കണം എന്നില്ല. അലാറം ഓഫ് ആക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് സബ്ജക്റ്റ് തുടങ്ങാം കേട്ടോ. അവോയ്ഡ് മൾട്ടി ടാസ്കിങ് എന്ന് പറയാം. നിങ്ങൾ അറ്റ് എ ടൈമിൽ കുറേ പഠിക്കുന്നു, കുറച്ച് കേൾക്കുന്നു, കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ആ ഒരു രീതിയിൽ പോകുന്നതിനേക്കാളും നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു വിഷയം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഫുൾ മൈൻഡ്ഫുള്ളായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ കയറിയിട്ട് മൾട്ടി ടാസ്കിങ് ചെയ്യാതിരിക്കുക. ഒരേ വിഷയം ഹിസ്റ്ററിയും ജോഗ്രഫിയും ബയോളജി എല്ലാം പാടിരുന്ന് പഠിക്കുന്നു, ആ ഒരു രീതി മാറ്റി വെച്ചിട്ട് അറ്റ് എ ടൈമിൽ ഒരു സാധനം മാത്രം പഠിക്കുക. ആ ഒരു സാധനത്തിനെ കുറിച്ച് മാത്രം. എനിക്കറിയാം നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ അയ്യോ എനിക്ക് പഠിക്കാനുണ്ട്, ഞാൻ അത് പഠിക്കട്ടെ, ഇത് പഠിക്കണം, മറ്റേ പഠിക്കണം, മറിച്ച് പഠിക്കട്ടെ, അങ്ങനെ മെസ്സായിട്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. പക്ഷെ നിങ്ങൾ
എത്ര തന്നെ മെസ്സിയായിട്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും അറ്റ് എ ടൈമിൽ ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യുക, അതിൽ മൈൻഡ്ഫുള്ളായിട്ടിരുന്ന് വായിക്കുക, അതിന് മൈൻഡ്ഫുള്ളായിട്ടിരുന്ന് പഠിക്കാം. പിന്നെ വേറൊരു ടിപ്പാണ്, നിങ്ങൾ നോട്ട്സ് കീപ്പ് ചെയ്യുന്ന സമയത്ത് മൾട്ടി കളറിൽ മൈനർ നോട്ട്സ് എഴുതുക. അതായത് വളരെ ചെറിയ ചെറിയ ഇമ്പോർട്ടൻറ്റ് കോഡ്സ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നിങ്ങൾ മൾട്ടി കളറിൽ എഴുതുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ബുക്ക് കീപ്പ് ചെയ്യുക. ആ ഒരു ബുക്കിൽ നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതുക. കാരണം നിങ്ങൾ ഇത്രയും കാലം പഠിച്ച ഒരു സാധനം നിങ്ങൾക്ക് എക്സാം ടൈമിനൊക്കെ റിവൈസ് ചെയ്യുന്ന സമയത്ത് പല കളറിൽ, പല രസത്തിൽ, പല രീതിയിൽ നിങ്ങൾ പല വൃത്തിക്ക് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും. ആൻഡ് കളർഫുൾ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് റീകളക്ട് ചെയ്യാനും പറ്റും. പിന്നെ മാത്രമല്ല, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവും. ആ നോട്ട് വെച്ചിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിബേറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തിയതുപോലെയൊക്കെ നിങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടാവും. ആൻഡ് നിങ്ങൾ പ്രാക്ടിക്കലി അതിലൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ എക്സാമിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കേണ്ടി വരില്ല. അടുത്ത പോയിന്റ്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഞാൻ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ഞാൻ ആദ്യം ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യട്ടെ, അല്ലെങ്കിൽ ആദ്യം കുറച്ച് നോട്ട്ബുക്ക് വാങ്ങിക്കട്ടെ, അങ്ങനെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നടക്കില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ സെറ്റപ്പ് ആക്കി വെക്കുക, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് അത് നിങ്ങളുടെ ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് പഠിത്തം എപ്പോൾ അവസാനിക്കുന്നു ആ ഒരു ടൈം വരെയും നിങ്ങൾ ഈ ഒരു സിസ്റ്റം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓരോ ദിവസവും ഇംപ്രൂവൈസ് ചെയ്യുക. നിങ്ങളൊരു ജേർണൽ തയ്യാറാക്കുക. നാളെ ഞാൻ എന്തൊക്കെ പഠിക്കണം, എത്ര സമയം പഠിക്കണം, മറ്റന്നാൾ ഞാൻ എന്തൊക്കെ പഠിക്കണം, എത്ര സമയം പഠിക്കണം. ചിലപ്പോൾ ഈ തയ്യാറാക്കി വെച്ച ജേർണലിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി എഴുതുക. നാളത്തേക്ക് എനിക്ക് ഇന്ന് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, നാളെ എങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റും, അത് മാറ്റി എഴുതുക. ആൻഡ് നാളെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, ഇന്ന് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ റെക്ടിഫൈ ചെയ്യണമെന്ന് നിങ്ങൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളത് മാറ്റി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മാറ്റി മാറ്റി വെക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര വലിയ മിറാക്കിൾ ഉണ്ടാവും. ശരിക്കും നമ്മുടെ ലൈഫിൽ എന്തൊരു കാര്യം, ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയുടെ കാര്യം, ഫോർഗിവ്നെസ് തെറാപ്പിയുടെ കാര്യമൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ പറയാറുണ്ടല്ലേ, പലരും ചിന്തിക്കാറുണ്ട് ഇതാണോ അത്ര വലിയ കാര്യം, ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണോ, ഇപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ എന്താ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിൽ എന്താ, അതൊക്കെ എത്ര വലിയ കാര്യമാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തിന് എത്രമാത്രം എടുത്ത് പറയുന്നത്, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാരടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ വലിയ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിന് വളരെ വലിയ മാറ്റം ഉണ്ടാകുന്നത്. നമ്മുടെ ലൈഫിൽ വളരെ വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ വലിയ എവറസ്റ്റ് ഒന്നും ഓടിക്കയറേണ്ട കാര്യമില്ല. കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ വലിയ രീതിയിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഭയങ്കര വലിയൊരു മിറാക്കിൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അടുത്ത പോയിന്റാണ്, നമ്മൾ നമ്മുടെ മൈൻഡിൽ എന്ത് തരത്തിലുള്ള ചിന്ത നിറയ്ക്കണം എന്നുള്ളത്. നമ്മളൊരു ബുക്ക് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചിന്തിക്കുകയാണ്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല, അയ്യോ എന്തോ ഒരു ടഫുള്ള വിഷയമാണ് പഠിച്ചവൻ, എന്നെ കൊണ്ട് ഇത് പഠിക്കാനേ പറ്റില്ല, അയ്യോ മാത്സ് എനിക്ക് പേടിയാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത മാറ്റി വയ്ക്കുക. നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. നിങ്ങളുടെ മുൻപിൽ ആ ബുക്ക് എത്തിയിട്ടുണ്ടോ, ആ ബുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് അത്രമാത്രം ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ താല്പര്യക്കുറവുകൊണ്ടാണ് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്, താല്പര്യമില്ലാത്തൊരു വിഷയമാണ്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ടീച്ചറുടെ ബുക്കാണെന്നുണ്ടെങ്കിൽ തീരെ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, എത്ര മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാനുണ്ട്, അപ്പോൾ ആ മാർക്കിന് വേണ്ടിയിട്ട് ഞാൻ എത്ര എഫേർട്ട് എടുക്കണം, ആ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കുക. ബാക്കി ഇഷ്ടമുള്ള വിഷയത്തിൽ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ചില ഇക്വേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റൂമിനകത്ത് തന്നെ ചെറിയ നോട്ട് ഉണ്ടാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഒരു സ്റ്റഡി ടേബിളിനകത്തോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാതിരിക്കുന്ന ടേബിളിൻ്റെ മേലേക്ക് അങ്ങനെയുള്ള ഇക്വേഷൻസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, ഈസി ആയിട്ട് തന്നെ വായിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ പറയുന്നൊരു കാര്യം മെയിനായിട്ട് കുട്ടികളുടെ അടുത്ത് മാത്രമല്ല പേരൻസിൻ്റെ അടുത്ത് കൂടെയാണ്. പടി 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 പറഞ്ഞിട്ട് ഇങ്ങനെ മക്കളെ ടോർച്ചർ ചെയ്യേണ്ടുന്ന കാര്യമില്ല. ചിലപ്പോൾ പേരൻസ് എല്ലാവരും ഇരുന്ന് TV കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഉമ്മ ഫോണിൽ ഇങ്ങനെ നല്ല രീതിയിൽ സിനിമ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ സീരിയൽ കാണുന്നുണ്ടാവും. എന്നിട്ടായിരിക്കും കുട്ടിയോട് പറയാം നിനക്ക് പഠിക്കാനൊന്നുമില്ലേ, പോയി പഠിക്കുക, അങ്ങനെ പറയും. അപ്പോൾ കുഞ്ഞിൻ്റെ ശ്രദ്ധ മൊത്തം നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ TV ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ കുഞ്ഞിനെ ഫോഴ്സ് ചെയ്യുകയും ചെയ്യും. പഠിക്കാനുള്ളൊരു അന്തരീക്ഷം നമ്മൾ ആദ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർ പഠിക്കുന്ന സമയം നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇരുന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം എപ്പോഴും ഇരുന്ന് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് വേണ്ട ജേണൽ എഴുതാം, നാളത്തേക്ക് വേണ്ട ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും തയ്യാറാക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അടുത്താണെങ്കിലും എനിക്ക് അത് തന്നെ പറയാനുള്ളത്, നാളത്തേക്ക് വേണ്ട ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, എക്സാമിന് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നേരത്തെ തന്നെ ചെയ്ത് വെക്കുക. ഒരു എക്സാം കിറ്റ് ഉണ്ടാക്കി വെക്കുക. അതിനകത്ത് എക്സാം ബോർഡ് ഉണ്ടാവണം, പെൻ ഉണ്ടാവണം, പെൻസിൽ ഉണ്ടാവണം, എന്തൊക്കെ വേണോ അതെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് എല്ലാ ആഴ്ചകളിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു എക്സാം ഇടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പോയിന്റ്സ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, മിസ്സായിട്ട് പോകണ്ട. അടുത്ത പോയിന്റ് ആണ്, നിങ്ങൾക്ക് ഇക്വേഷൻസ് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഉറക്കെ പറയുക.
കിട്ടാത്ത ആ ഒരു ട്രിക്കി ആയിട്ടുള്ള വേർഡ് അല്ലാന്നുണ്ടെങ്കിൽ കിട്ടാത്ത ഒരു ഇക്വേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറക്കെ പറഞ്ഞു പഠിക്കുക. നിങ്ങൾ പറയുന്നത് നിങ്ങൾ തന്നെ കേൾക്കുന്ന രീതിയിൽ പറയാം. നമ്മൾ ഈ അഫർമേഷൻസ് ഒക്കെ യൂസ് ആക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ അഫർമേഷൻ പറയുമ്പോൾ മനസ്സിൽ പറയുന്നതിനേക്കാൾ ചെറിയൊരു സൗണ്ടിൽ പറയാനാ പറയാം. എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഐ ആം ഗുഡ്, ഐ ലവ് യു ഐഷ, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എന്നോട് പറയുമ്പോൾ അത് ഇത്തിരി ഒരു പിച്ച് സൗണ്ട് കൂട്ടി പറയാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറയുന്നത് ഞാൻ കേക്ക് കൂടി ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലോട്ട് അത് ആഴത്തിൽ പതിയും. അതുപോലെ തന്നെയാണ് നിങ്ങൾ പറയുന്ന ഇക്വേഷൻ. പിന്നെ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ദൈവത്തിലുള്ള ഫെയ്ത്ത്. അത് നിങ്ങൾ എന്ത് വിശ്വാസിയാണെങ്കിലും ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആവും, ഒന്ന് തെളിഞ്ഞു കിട്ടും. ഇനി നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ ലവറായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇഷ്യൂവിനെ അപ്പം തന്നെ ഒരു പേപ്പറിലോട്ട് എഴുതുക. ആൻഡ് അതിൻ്റെ ഒരു സൊല്യൂഷനും കൂടെ നിങ്ങൾ ആ പേപ്പറിൽ എഴുതി വയ്ക്കുക. ഇനി സൊല്യൂഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ വിൽ ഫൈൻഡ് ഔട്ട് എന്ന് എഴുതി വയ്ക്കുക. ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുന്ന എഴുതി വയ്ക്കുക. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തൊരു എമോഷനെ നിങ്ങളൊരു പേപ്പറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് സ്പേസ് നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനായിട്ട് തരും. ആ ഒരു സമയം നിങ്ങൾക്ക് പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. നിങ്ങൾ അത് ചെയ്ത ശേഷം നേരെ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കുറച്ചും കൂടി സ്പേസ് കിട്ടും. പഠിച്ചാൽ നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ ക്ലിയർ ആക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ഓറിയൻറ്റഡ് ആവാൻ പറ്റും. കാരണം ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് ഹോർമോൺസ് ഒരുപാട് നിങ്ങളുടെ ശരീരത്തിൽ കടന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എമോഷൻസ് ആണെങ്കിലും മൾട്ടിപ്പിൾ എമോഷൻസ് ആയിരിക്കും. അറ്റ് എ ടൈമിൽ കരയാനും ചിരിക്കാനും നിലവിളിക്കാനും ഒക്കെ തോന്നുന്നൊരു സമയമായിരിക്കും. ആ സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പഠനം എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എമോഷൻസിനെ പേപ്പറിലോട്ട് മാറ്റുക. നിങ്ങളുടെ പഠിക്കാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ കീപ്പ് ചെയ്യുക. ആ ഒരു രീതിയിൽ കൊണ്ടുപോകുക. പടച്ചോനെ നല്ല കട്ടയ്ക്ക് പിടിക്കുക കേട്ടോ. അടുത്തൊരു ടിപ്പാണ് നന്നായിട്ട് ഉറങ്ങുക. മിനിമം ഒരു 7 to 8 മണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മസ്റ്റായിട്ട് ഉറങ്ങുക കേട്ടോ. ഉറക്കമൊഴിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ 2 മണിക്കൂർ ഉറങ്ങുള്ളൂ, 4 മണിക്കൂർ ഉറങ്ങുള്ളൂ, ബാക്കിയെല്ലാം ഞാനിരുന്ന് പഠിക്കുകയാണ്, അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പഠിക്കാതിരിക്കുക. നിങ്ങളുടെ പഠിക്കാനുള്ള കപ്പാസിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്കും അറിയണം, നിങ്ങളുടെ പാരൻസിനും അറിയണം. എൻ്റെ കുട്ടിക്ക് ഫുൾ A+ കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ക്ലാസ്സിൽ ടോപ്പർ ആയേ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ കുട്ടി ചിലപ്പോൾ ക്ലാസ്സിൽ ഇപ്പോൾ ഫെയിൽ ആയിരിക്കും. എൻ്റെ കുട്ടികളുടെ കാര്യം ഞാൻ പറയാം. എൻ്റെ കുട്ടികൾ ആവറേജ് സ്റ്റുഡൻസ് ആണ്. ഒരു ചിലപ്പോൾ ബിലോ ആവറേജ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നിലവിൽ ഇപ്പോൾ ഷെയ്നുട്ടിനെ നമ്മളൊരു ആവറേജ് ആക്കി എടുത്തിട്ടുണ്ട്. മിയക്കുട്ടി ഓൾറെഡി ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇവർ ഫുൾ A+ വാങ്ങിക്കണം, അല്ലെങ്കിൽ പാസ്സായേ പറ്റൂ, അങ്ങനത്തെ ഒരു പ്രഷർ ഞാൻ ഇട്ട് കൊടുക്കാറില്ല. ആവശ്യത്തിന് അവർ കളിക്കാറുണ്ട്, ആവശ്യത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എടുക്കാറുണ്ട്, ആൻഡ് അവരുടേതായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം അവർക്കുണ്ട്. അവരെ പ്രേ ചെയ്യിപ്പിക്കാറുണ്ട്. എന്നാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമ്മളവിടെ അവരെ പഠിപ്പിക്കാറുണ്ട്. അവർക്ക് പഠിക്കാൻ മാത്രമാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഓക്കെ, പഠിക്കാൻ മാത്രമായിട്ട് നമുക്ക് അവരെ ഒഴിച്ചിടാം. പക്ഷെ അവരങ്ങനെയല്ല. എൻ്റെ ഷെയ്നുട്ടിയുടെ കാര്യത്തിൽ ഒരു സൈക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിനെ 40 പീസാക്കി വീണ്ടും റീഅസംബിൾ ചെയ്യാൻ അത്രയും കഴിവുള്ള കുഞ്ഞാണ് അവൻ. അപ്പോൾ അവൻ്റെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ ഇപ്പോൾ അതായിരിക്കില്ല, വേറെ എന്തെങ്കിലുമാണ് അവൻ്റെ പാഷൻ എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് സ്റ്റഡീസ് മാത്രം പഠിച്ച് ഫുൾ A+ കിട്ടിയാൽ മാത്രമാണ് എനിക്കൊരു ഫ്യൂച്ചർ ഉള്ളൂ എന്നുള്ളൊരു സാധനം നിങ്ങളുടെ തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റുക. നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുക. ഫുൾ A+ വാങ്ങണം എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ അതിലോട്ട് വേണ്ടി ട്രൈ ചെയ്യുക. അതല്ലാതെ എനിക്ക് താല്പര്യമില്ല പക്ഷെ എൻ്റെ വീട്ടുകാർ തല്ലും, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഞാൻ കൊച്ചായി പോകും, ആ ഒരു മൈൻഡിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ച് വലിയ IAS എടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യുക, അതിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ തലയിൽ പടച്ചവൻ എന്തെങ്കിലും ഒന്ന് വരച്ചിട്ടുണ്ടാവും. ആ ഒരു വരയിലോട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ പടച്ചവനിലോട്ട് ഫുള്ളായിട്ട് ബിലീവ് ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക. അത് പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിലും കൂടുതൽ പഠിക്കാനായിട്ടാണെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ മാർക്ക് എന്നൊരു ലക്ഷ്യത്തിന് പുറമെ നിങ്ങൾക്ക് അറിവ് ഉണ്ടാവുക എന്നുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പഠിക്കുക. നമ്മൾ എന്തൊരു കാര്യം നമുക്ക് അറിവുണ്ടാവാൻ വേണ്ടി പഠിക്കുമ്പോൾ നമുക്കത് ഉപകാരപ്പെടും. അതേസമയം നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ എൻ്റെ ഈ എക്സാം ഈ വർഷത്തെ അവസാനത്തേക്ക് എനിക്ക് മാർക്ക് ഉണ്ടാവാൻ വേണ്ടി മാത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പഠിച്ച സാധനമൊക്കെ എൻ്റെ മൈൻഡ് വൈപ്പ് ഔട്ട് ചെയ്യും. അതേസമയം എനിക്ക് അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ അറിവ് എനിക്ക് എപ്പോഴൊക്കെ ആവശ്യപ്പെടുമോ അപ്പോഴൊക്കെ എൻ്റെ മൈൻഡ് അത് എനിക്ക് റീകളക്ട് ചെയ്ത് കൊണ്ടുവന്ന് തരും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് എന്താണെങ്കിലും അത് നിങ്ങൾക്ക് അറിവുണ്ടാവാൻ വേണ്ടി പഠിക്കുക. എന്താണ് പഠിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നത്, ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ടീച്ചറോട് ചോദിക്കുക കേട്ടോ. എന്താ പറയുക, എൻ്റെ ടീച്ചേഴ്സ് ചില സമയത്ത് പറയാറുണ്ട്, നിന്റെ സംശയം ഒന്നും മിണ്ടാതിരിക്കുക, വെറുപ്പിക്കല്ലേ പറയും. കാരണം അത്രയും സംശയം ചോദിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ ഉണ്ടാവും, ഈ സാധനം ഇപ്പം ഞാൻ എന്തിനാണ് പഠിക്കണേന്നുള്ളത്. ചില സംഭവങ്ങളൊന്നും നമുക്ക് അറിയില്ല ഞാൻ എന്തിനാണ് പഠിക്കണേന്നുള്ളതും ഞാൻ എന്താണ് പഠിക്കുന്നതെന്നുള്ളതും. പിന്നെ ഒരു ഏറ്റവും ചെറിയ രീതിയിലുള്ളൊരു വ്യായാമം എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ശീലിക്കുക എന്നുള്ളതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നടക്കാനായിട്ട് ഇറങ്ങാം, ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ, മെഡിറ്റേഷൻ ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ടൊന്ന് നടക്കാനായിട്ട് ഇറങ്ങാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു കുഞ്ഞു വ്യായാമം കൂടെ ഒന്ന് ആഡ് ചെയ്യുക കേട്ടോ. മസ്റ്റായിട്ട് ചെയ്യേണ്ടുന്ന വേറൊരു കാര്യമാണ് നല്ല പോലെ വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കൂടി ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ കൊണ്ടുപോകും. ഒരു 2 to 3 ലിറ്റർ വെള്ളമെങ്കിലും എങ്ങനെയെങ്കിലും കുടിച്ച് കയറ്റാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് 2 ലിറ്റർ വെള്ളമെങ്കിലും എങ്ങനെയെങ്കിലും നിങ്ങൾ കുടിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ
നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കും. ആൻഡ് സ്ട്രെസ് ഇല്ലാതെ റിലീഫായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇഷ്ടത്തോടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിനക്കുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിന്റെ പോലെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.